സ്നേഹമുള്ളവരെ, എല്ലാവർക്കും മെത്തനോയ്യായിലേക്ക് സ്വാഗതം. ഇന്നത്തെ സുവിശേഷം ഭാഗം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യേശു കൂനിയായ ഒരു സ്ത്രീയെ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നാം വായിച്ചു കേൾക്കുന്നത്. സിനഗോഗിൽ വെച്ച് യേശു പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ 18 വർഷമായിട്ട് കൂനിയായിപ്പോയ ഒരു സ്ത്രീയെ യേശു കാണുകയും അവളെ വിളിച്ച് സൗഖ്യം നൽകുകയും ചെയ്യുകയാണ്. എന്നാൽ നമ്മളവിടെ കാണുന്ന കാര്യം, ഈ അത്ഭുതം കാണുമ്പോൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടാകുന്നത്. ഫരിസേയരും മറ്റും അതിൽ കോപാകുലരാകുകയും അസൂയപ്പെടുകയും സാപത്തിൽ വന്ന് സൗഖ്യം സ്വീകരിക്കുന്നതിനെപ്പറ്റി ജനങ്ങളെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ഭാഗം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ അതേ സുവിശേഷ ഭാഗത്ത് തന്നെ ഈ വലിയ അത്ഭുതം കണ്ട സന്തോഷിച്ച് ജനങ്ങൾ ആ സ്ത്രീയുടെ സന്തോഷത്തിൽ പങ്കുചേരുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നത് കാണുന്നുണ്ട്. അപ്പോൾ 2 തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഒരാൾക്ക് നന്മ ലഭിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത്. ഒന്ന്, അതിൽ അസൂയപ്പെടുകയും അതിൽ കോപിക്കുകയും അസ്വസ്ഥരാകുകയും ചെയ്യുന്ന ഒരു കൂട്ടം. മറുവശത്ത് അതിൽ സന്തോഷിച്ച് ദൈവത്തെ പുകഴ്ത്തുന്ന ഒരു കൂട്ടർ. നാം നമ്മുടെ ജീവിതം കൊണ്ട് ഏത് ഭാഗത്താണ്? മറ്റൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ അതിൽ സന്തോഷിക്കുവാൻ കഴിയുന്ന നന്മ നിറഞ്ഞ ഒരു ഹൃദയം നമ്മൾക്കുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ദൈവരാജ്യത്തിൻ്റെ ഏറ്റവും മനോഹരമായ മൂല്യങ്ങളിലൊന്ന് നന്മയിൽ സന്തോഷിക്കുവാൻ, മറ്റുള്ളവരുടെ സുഹൃതങ്ങളിലെ ദൈവത്തെ സ്തുതിക്കുവാൻ, അവർക്ക് ലഭിക്കുന്ന ദൈവാനുഗ്രഹങ്ങളിൽ അവരോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ സന്തോഷത്തെ ആഘോഷമാക്കി മാറ്റുവാനും കഴിവുള്ള നന്മ നിറഞ്ഞ ഒരു ഹൃദയം നമുക്കുണ്ടാവണം. ഒരുപക്ഷെ നമ്മളുടെ വ്യക്തിത്വത്തിൻ്റെ ഒരു ബലഹീനത എന്ന് പറയുന്നത്, ബാഹ്യമായിട്ട് നമ്മൾ സന്തോഷിക്കുന്നു എന്ന് പറയുമ്പോഴും ഉള്ളിൽ മറ്റുള്ളവർക്കുള്ള നന്മകളിൽ നമ്മൾ അസ്വസ്ഥരാകുന്ന ഒരു കാര്യമുണ്ട്. അതാണ് ജീവിതത്തിൻ്റെ ഒരു സ്ഫുടം വരുത്തുന്ന പ്രക്രിയയിൽ നമ്മൾ തിരുത്തിക്കളയേണ്ടതായ ഒരു കാര്യം. മറ്റുള്ളവർക്ക് നന്മയുണ്ടാകുമ്പോൾ അവൻ എൻ്റെ സഹോദരനാണ്, സഹോദരിയാണ് എന്നുള്ള ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ട് എങ്കിൽ അവരെ ചേർത്ത് നിർത്തുവാനും അവരുടെ സന്തോഷങ്ങളെ ഇരട്ടിയാക്കുവാനും അതിനെ ആഘോഷമാക്കുവാനും നമ്മൾക്ക് സാധിക്കണം. അപ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവാനുഗ്രഹങ്ങളുടെ ഉറവ തീർച്ചയായിട്ടും ഒഴുകിയെത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇന്നത്തെ യേശുവിൻ്റെ ഈ പ്രവൃത്തി അല്ലെങ്കിൽ ഈ അത്ഭുത പ്രവർത്തനം നമ്മൾക്ക് ഒരു അത്ഭുതം എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അത് സൃഷ്ടിക്കുന്ന പ്രതികരണത്തിലേക്ക് നമ്മളുടെ ശ്രദ്ധയെ കൊണ്ടുപോകുന്നുണ്ട്. ഇത് വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു വലിയ വിലയിരുത്തലിന് നമ്മളെ സഹായിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്ത് ഇതൊരിക്കലല്ല പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നതായിട്ടും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഫരിസേയർ ഇതിൽ അസൂയപ്പെടുമ്പോൾ അതിന് ന്യായീകരണമായിട്ട് പറയുന്നത്, അല്ലെങ്കിൽ അവർ കൂട്ടുപിടിക്കുന്നത് നിയമങ്ങളെയും അനുഷ്ഠാനങ്ങളെയുമാണ്. സാപത്തിൽ എന്തിനാണ് നിങ്ങൾ വന്ന് സുഖം പ്രാപിക്കുന്നത്? ബാക്കി എത്രയോ ദിവസങ്ങൾ കിടപ്പുണ്ട് എന്നുള്ളതാണ്. അത് സാപത്തിനോടുള്ള ഒരു പ്രണയം നിമിത്തമല്ല എന്ന് നമുക്കറിയാം. യേശു എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ദൈവാനുഗ്രഹത്തിൻ്റെ നീർച്ചാലുകൾ പൊട്ടി ഒഴുകുന്നത് അവർക്ക് സഹിക്കുവാൻ സാധിക്കുന്നില്ല. മറ്റൊരു വ്യക്തി ദൈവാനുഗ്രഹത്തിൻ്റെ കൈത്തോടാകുമ്പോൾ അതിൽ നിന്ന് നുകരുവാൻ കഴിയുന്ന വലിയ മനസ്സാണ് നമ്മൾക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ അനുഷ്ഠാനങ്ങളുടെയും ആചാരങ്ങളുടെയും പേര് പറഞ്ഞ് നിയമത്തിൻ്റെ പേരിൽ അതിൻ്റെ സന്തോഷത്തെ കെടുത്തിക്കളയാനുള്ള ദുഷ്ടത നിറഞ്ഞ മനസ്സിന് ഉടമയാകരുത് നാം ആത്മപരിശോധന പരമായിട്ട് ഇന്നത്തെ ഞായറാഴ്ച നമ്മളുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് തുറന്നു വെക്കുക. മറ്റുള്ളവരുടെ നന്മകളെ കാണുവാനും അതിനെ അഭിനന്ദിക്കുവാനും മറ്റുള്ളവരിലൂടെ നന്മകൾ പുറത്തേക്ക് ജനഹൃദയങ്ങളിലേക്ക് ജനമധ്യത്തിലേക്ക് ഒഴുകുമ്പോൾ അതിൽ ചേർന്ന് ദൈവത്തിന് ഹല്ലേലൂയ പാടുവാനുമുള്ള നന്മ നിറഞ്ഞ ഹൃദയങ്ങളുടെ ഉടമകളായി പരിണമിക്കാം. ഈ വലിയ മനോഭാവത്തെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. അല്ലാതെ നിയമത്തിൻ്റെ പേരിൽ, അനുഷ്ഠാനങ്ങളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ കാർക്കശ്യം ഉണ്ട് എന്ന് നടിച്ചുകൊണ്ട് സന്തോഷത്തെ കെടുത്തിക്കളയുന്ന മനോഭാവം അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. യേശുവിൻ്റെ ജീവിതത്തിലെ ഈ സംഭവം നമ്മളുടെ വ്യക്തിത്വത്തെ ദൈവസന്നിധിയിൽ മനസാക്ഷിയുടെ വെട്ടത്തിലിരുന്ന് ഒന്ന് പരിശോധിക്കുവാനുള്ള ഉത്തരവാദിത്വത്തിലേക്ക് നമ്മളെ ക്ഷണിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. ഈ നന്മ നിറഞ്ഞ മനോഭാവം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു വലിയ ദാനമാണെന്ന് തിരിച്ചറിയുക. ആത്മാവിനാൽ പൂരിതരാകുന്നവർക്ക് മാത്രമേ മറ്റൊരാളുടെ നന്മയെ, അവർക്കുണ്ടാകുന്ന സന്തോഷങ്ങളെ
അഭിനന്ദിക്കുവാനും അതിൽ ഉൾച്ചേരുവാനും കഴിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. വേറൊരാൾക്ക് നന്മയുണ്ടാകുമ്പോൾ നമ്മുടെ അസൂയ കാരണം, നന്മ നിറഞ്ഞ ഒരു ഹൃദയമില്ലാത്തത് കാരണം അതിൽ നമുക്ക് സന്തോഷിക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവിൽ ദാനം ചെയ്യുന്ന സുഹൃതങ്ങളെ നമ്മൾ തടയുകയാണ് എന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നന്മ നിറഞ്ഞ ഹൃദയം, മറ്റുള്ളവരുടെ നന്മകളിൽ സന്തോഷിക്കാൻ സാധിക്കുന്ന വിശാലമായൊരു ഹൃദയം പരിശുദ്ധാത്മാവ് നമുക്ക് ദാനമായി നൽകുമ്പോൾ അതിന് എതിര് നിൽക്കാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം.